Oh, look at the color and ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബോഡീനോടുള്ള റെസ്പെക്റ്റ് ഒരു 100 ടൈംസ് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്താലേ നമ്മുടെ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് മനസ്സിലായി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ വാട്ടർമെലൺ സാലഡാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സാലഡാണ്. ഗുഡ് ന്യൂട്രീഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇഫ് യു ആർ ബ്രസ്റ്റ് ഫീഡിങ്. കാരണം നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കണമെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ അമ്മയുടെ ബോഡിയിലെ റിസർവ് ചെയ്യുന്നതാണ് ഓരോ ന്യൂട്രിയൻസ് എടുക്കുന്നത്. സോ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ചില വിറ്റമിൻസ് ലൈക്ക് A, B12 ആൻഡ് D ഒക്കെ നമ്മൾ അമ്മമാർ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് ബേബിക്ക് പോകുന്നത്. സോ ഗുഡ് ന്യൂട്രീഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വാട്ടർമെലൺ സാലഡിൽ നമ്മുടെ ഫെറ്റ ചീസ്, ലെമൺ സെസ്റ്റ്, ഒലിവ് ഓയിൽ, മിൻറ്റ് ലീവ്സ്, പെപ്പർ ആൻഡ് സോൾട്ട് അത്ര ഇട്ടിട്ടുള്ളൂ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹൈഡ്രേഷനാണ്. സോ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിയും എഫക്റ്റ് ഇങ്ങനെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ ആ വാട്ടർ അവൈലബിൾ ആവും, നല്ലോണം അബ്സോർബ് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ടർമെലനിലെ വാട്ടർ കണ്ടന്റ് എന്തായാലും ഹൈ ആണല്ലോ. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് യു ക്യാൻ ഹാവ് വൈൽ ബ്രസ്റ്റ് ഫീഡിങ്. ഫൈബറിൽ ഹൈ ആണ്, വാട്ടർ കണ്ടന്റിൽ ഹൈ ആണ്. അപ്പോൾ ഫുൾ ആവുകയും ചെയ്യും, നമുക്ക് വയറൊക്കെ നിറഞ്ഞ് ഒരു സേഷ്യേഷൻ കിട്ടുകയും ചെയ്യും, പിന്നെ ഹൈഡ്രേഷനും കിട്ടും. പ്ലസ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ആ ഫെറ്റ ചീസും മിൻറ്റും ലെമണും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ആകെ മൊത്തം ഒരു ഫ്ലേവർ ബോംബാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. ഗുഡ് ന്യൂട്രീഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് 2 liters ഓഫ് വെള്ളം കുടിക്കുന്നത്, പിന്നെ മൈൽഡായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ഹെവി വെയ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബോഡി രാജസിക് ആവും. ആൻഡ് അക്കോർഡിംഗ് ടു ആയുർവേദ ബോഡി രാജസിക് ആകുമ്പോഴത്തേക്കും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വെളിച്ചെണ്ണിട്ട്? 2 സ്പൂൺ. പച്ചമുളക്, സവാള, തേങ്ങാക്കൊത്ത് അല്ലേ? നല്ലോണം അങ്ങോട്ട് വഴിക്കാം. ഉപ്പ് ഇട്ടിട്ട് 2 സ്പൂൺ ഉപ്പ് ഇടാമോ? അതുകൊണ്ട് പെട്ടെന്ന് വഴരും സവാള. അടിക്ക് പിടിക്കുക, ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ കൊടുക്കണം. നൈസായിട്ട് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 3 തക്കാളി മീഡിയം സൈസ് ഓവന് വെച്ചൊരു 8 മിനിറ്റ്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ചി ഇഞ്ചി, പെരിഞ്ചീരകം, 5 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതിപ്പോൾ ഏകദേശം നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ തീ കുറച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ 1.5 കിലോ ചിക്കന് പുറത്തുണ്ട്. ഏകദേശം ഒരു 6 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 6 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം പച്ചമണം വേണം, ഗരം മസാല ഒന്നും വേണ്ട. പച്ചമണം മാറുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണത് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ്, അല്ലെ 5 മിനിറ്റ് മാക്സിമം. അപ്പോഴത്തേക്ക് എൻ്റെ പച്ചമണം മാറും. ഏകദേശം പച്ചക്കുത്ത് നല്ലോണം മാറിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 700 ഉണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഏകദേശം 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. 1.5 കിലോ ചിക്കൻ ഉണ്ട്, അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് പിടിപ്പിക്കുക. മസാല എല്ലാ പീസിലും എത്തുന്ന രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇളക്കിയത് ചിക്കൻ ഉടഞ്ഞ് പോരുത്. നമ്മൾ നൈസായിട്ട് തീയും കൂട്ടി കൊടുക്കുക. മീഡിയം അല്ല, മാക്സിമം ഫ്ലെയിമിൽ നമ്മൾ ഇളക്കുക. കാരണം ഇപ്പോൾ ചിക്കനിലെ വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, കരിയത്തില്ല. നൈസായിട്ട് ഇളക്കി കൊടുത്തു. എല്ലാ പീസിനും അകത്ത് വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ, മീഡിയം നമ്മുടെ ഗ്ലാസ് സ്റ്റൗവിൽ എത്താനുള്ള അതിൻ്റെ പകുതി ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ അടച്ച് വെച്ച് വേവിക്കും. വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, നല്ല കടിക്ക് പിടിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. വെള്ളം കുറച്ച് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്താൽ, ഒരുപാട് ആഡ് ചെയ്യരുത്, എങ്കിലും മനസ്സിലാവും. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക.
ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്മൂത്തി ഉണ്ടായിട്ട് കേട്ടോ. വിശക്കുന്നുണ്ട്. ഇത് സോക്ക് നട്ട്സ് ആണ് കേട്ടോ. ആൽമണ്ട്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, ബ്രസീൽ നട്ട്സ് ഉണ്ട്, പിക്കാൻ നട്ട്സ് ഉണ്ട്. വാൾനട്ട്സ് എനിക്ക് സ്മൂത്തിയിലിടുന്ന ഇഷ്ടമല്ല കേട്ടോ. എന്തോ ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു നല്ല പഴുത്ത പഴം, പിന്നെ സോക്ക് റേസിൻസ്, പാല്, പിന്നെ ബ്ലൂബെറീസ്, കുറച്ച് കൊക്കോ പൗഡർ. ഓ ലുക്ക് അറ്റ് ദ കളർ. എൻ്റെ അമ്മ എന്തോ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടക്കം തുടങ്ങിയിട്ട് ഈ ഒരു 10-15 മിനിറ്റ് കൂടെ വെച്ചൊന്ന് ചെറിയ രീതിയിൽ ചൂടാക്കിയേക്കാം. ചൂട് വേവാനുണ്ട്. നേരത്തെ ലീസ് കളർ കശ്മീരി ചില്ലി ഇട്ടില്ലെങ്കിൽ ഇത്രയും കളർ. നല്ല ഗ്രേവി ഉണ്ട്, അടിപൊളി. തിക്ക് ഗ്രേവിയ. നല്ല തേങ്ങയിട്ട പുട്ടും, ഇത് മൾട്ടിഗ്രെയിൻ പുട്ടാണ്. അതും പിന്നെ ചിക്കൻ കറിയും കൂടെ. ഈ പുട്ടുണ്ടല്ലോ, ചിക്കൻ കറീനെ അങ്ങ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ സ്പൈസി, സൂപ്പർ. ഇവർക്ക് ചുമ്മാ ഷോക്ക് കഴിക്കുന്നുണ്ടോ? ഇത് വേണേ കഴിക്കണം. ചുമ്മാ എപ്പോഴേലും കഴിക്കാൻ. പക്ഷെ പുട്ടും ചിക്കനാണ് മെയിൻ. ഇത് ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇതാണ്. വേറെ ഇല്ല ഒന്നും പറയില്ല. പുട്ട്, ദോശ, പാസ്ത, ചോറ് എല്ലാത്തിൻ്റെയും കൂടി അടിപൊളിയുണ്ടോ. ഡെലിവറി കഴിഞ്ഞ് 1 വീക്ക് ആയപ്പോൾ തന്നെ ഞാൻ മൈൽഡ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 3 months കഴിഞ്ഞപ്പോഴത്തേക്കും യോഗ ആൻഡ് ആപ്പ് വർക്കൗട്ട്. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് വാക്കിംഗ് എങ്കിലും ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. കുറേ നാളായി ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ 2 ഗുലാബ് ജാമുനും 2 പേരും ഒക്കെ മേടിച്ചിട്ട് വന്നു. ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് എനിക്ക് വർക്കാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് സാധനങ്ങൾ മേടിക്കാറില്ല. ബട്ട് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ 2 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്ത്. അതാണ് ഞങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര മധുരമൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റ്. അടിപൊളി. ഇത് വേറെ മസാല. ശരിക്കും കൊള്ളാം കേട്ടോ. ഇതിനെക്കാട്ടിയും കുറച്ച് മധുരമുണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. പിന്നെ നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ. നല്ല സോഫ്റ്റ് പുതാ പോകുന്ന ഗുലാബ് ജാമുൻ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കുറച്ച് മധുരം കുറവായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു തന്നെ. 10 out of 10 കൊടുത്തത്. ഈ പേടയാണ് ഏറ്റവും ബെസ്റ്റ്. വലിയ മധുരമില്ല, സൂപ്പർ ടെക്സ്ചറും അടിപൊളി. മിൽക്ക് പേടയാണ് തോന്നുന്നു രണ്ടും അല്ലേ? ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കും അത് തന്നെ. സൂപ്പർ. പഫ് റൈസ് വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെ മാക്സിമം ഹെൽത്തിയർ ഓപ്ഷൻസ് ആണ് എപ്പോഴും മേടിക്കാറ്. അപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അവെയറായിട്ട് ഷോപ്പ് ചെയ്താൽ നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടി വരില്ല. പഫ് റൈസ്, കോൺഫ്ലേക്സ്, പിന്നെ പീനട്ട്സ്, പൾസസ് അതൊക്കെ ഇട്ടിട്ടാണ്. രാത്രി കുറച്ച് ചിയ സീഡ്സ് ഇൻ ഹൽദി മിൽക്കായിരുന്നു കഴിച്ചത്. ഇതാകുമ്പോഴത്തേക്കും ഒരു ലൈറ്റായിട്ടുള്ളൊരു ഡിന്നർ ആവുകയും ചെയ്യും, കുറച്ച് ഒരു ഡെസേർട്ട് കഴിച്ച ഫീൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സീ യു സൂൺ. ബൈ.